ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അവസാനിച്ചിരിക്കുന്നു. ഏതാണ്ട് ചെറിയ രീതിയിലുള്ള അതിർത്തിയിലുണ്ടാകുന്ന ഡോഗ് ഫൈറ്റുകൾ ഒഴിച്ചു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ഒരു സംഘർഷത്തിനുള്ള സാധ്യത ഇനിയില്ല. പക്ഷേ ഈ സംഘർഷത്തിന്റെ പിതൃത്വം, ഈ സംഘർഷം അവസാനിപ്പിച്ചതിന്റെ പിതൃത്വം ഏറ്റെടുക്കാനായിട്ട് വെമ്പൽ കൊള്ളുകയാണ് ട്രംപ്. ഒരു നൊബേൽ പ്രൈസാണ്, സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസാണ് ലക്ഷ്യം. പക്ഷേ ഇന്ത്യ കൃത്യമായ ഭാഷയിൽ മറുപടി കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങളുടെ അവകാശവാദത്തിനുള്ളതല്ല, ഞങ്ങൾ കൊടുത്ത ശക്തമായ താക്കീതിൽ മുട്ടുമടക്കിയ പാകിസ്ഥാൻ അപേക്ഷിച്ചതുകൊണ്ട് ഇന്ത്യ നൽകിയ സീസ്ഫയറാണിതെന്ന്. ശരിയല്ലേ? ഞാൻ വിയോജിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപ് ഇതിലിടപെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തതയൊന്നുമില്ല. പക്ഷേ ഇതിൽ അമേരിക്കയുടെ താല്പര്യമാണ് യുദ്ധം എന്നുള്ള അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ. കാരണം നമ്മുടെ സർക്കാർ, കേന്ദ്ര സർക്കാരിന് നേരത്തെ ഒരു ചേരിചേര നയമാണ് നമ്മൾക്കുണ്ടായിരുന്നത്. പക്ഷേ BJP സർക്കാർ കഴിഞ്ഞ 10 വർഷമായി അധികാരത്തിൽ വന്ന് 2 മോദി സർക്കാരിൻ്റെ കാലത്തും ഈ ചേരിചേര നയം എന്നുള്ളത് നമ്മൾ മാറ്റി. നമ്മൾ പൂർണ്ണമായും അമേരിക്കയുടെ താല്പര്യത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമായി മാറി. അങ്ങനെയല്ലല്ലോ, നമ്മൾ S-400 വാങ്ങിച്ചത് റഷ്യയുടെ അതല്ല, സാധനങ്ങൾ വാങ്ങിച്ച എവിടെ എന്നുള്ളതല്ല, അവരുടെ താല്പര്യങ്ങൾ അമേരിക്കൻ താല്പര്യമാണ്. ഒരു ചേരിചേരാ നയം എന്ന് പറയുന്നത് ഇന്ത്യ കൈയൊഴിഞ്ഞു. ഇസ്രായേലിന്റെ പക്ഷത്തല്ലേ ഇന്ത്യ? ഇസ്രായേലിന്റെ പക്ഷത്താണ് നമ്മൾ. ഇന്ത്യ പാലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്ന ഒരു രാജ്യമായിരുന്നു ഇന്ത്യ. അല്ല, ഇസ്രായേലിന്റെ പക്ഷത്താണെന്നുള്ളതല്ല, തീവ്രവാദത്തിനെതിരാണ്, ഹമാസിന്റെ തീവ്രവാദം അല്ല, തികച്ചും ഇസ്രായേലിന്റെ പക്കത്താണ്. അല്ല, അങ്ങനെ ശരിയാവണത് പാലസ്തീൻ എന്നുള്ളത് സ്വതന്ത്ര രാജ്യം. നിങ്ങൾ എന്തിനാണ് പാകിസ്ഥാൻകാർ ഇന്ത്യയെ ആക്രമിച്ചപ്പോൾ നിങ്ങൾ നമ്മുടെ രാജ്യത്തുള്ള ഞാനും താനും അടക്കം എല്ലാവരും പൊള്ളിയത്? എന്താ കാര്യം? പാകിസ്ഥാനെതിരാണ് നമ്മൾ. പാകിസ്ഥാൻ അതിന്റെ വികാരം എന്താ? ഭീകരവാദത്തിനെതിരാണ്. അല്ല, നമ്മുടെ ദേശസ്നേഹമാണ്. നമ്മുടെ ദേശസ്നേഹമാണ്. നമ്മളിവിടെ ഭീകരർ വന്ന് പ്രശ്നം ഉണ്ടാക്കിയാലും പാകിസ്ഥാൻ അവരെ പ്രോത്സാഹിപ്പിച്ചാലും നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തി മാന്താൻ വന്നാലും നമ്മൾ ആ യുദ്ധത്തിന് പോകുന്ന കേന്ദ്ര സർക്കാരിനെ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ ദേശസ്നേഹം കൊണ്ടാണ്. അപ്പൊ ആ ദേശസ്നേഹം പാലസ്തീൻകാർക്കില്ലേ? പാലസ്തീൻ, അതായത് ഈ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ചരിത്രപരമായി പാലീസുകളുടെ രാജ്യം പാലസ്തീൻ അല്ല, ജോർദാനാണ്. പാലസ്തീൻ എന്ന് പറയുന്നത് ഇന്നത്തെ ഇസ്രായേൽ എന്ന് പറയുന്ന മേഖല, അത് പൂർണ്ണമായിട്ടും അവരുടെ വാഗ്ദത്ത ഭൂമിയാണ്, ജൂതരുടെ വാഗ്ദത്ത ഭൂമിയാണ്. അതിൽ അവർക്ക് പൂർണ്ണമായ അവകാശമുണ്ട് ചരിത്രാതീത കാലം മുതൽ. അതായത് എന്നാണ് പാലസ്തീൻ ഉണ്ടായത്? ഈ പാലസ്തീൻ അല്ല, എന്ന് ഇസ്രായേൽ ഉണ്ടെന്ന് ചോദിച്ചാൽ ഇസ്രായേൽ പാലസ്തീൻ എല്ലാം നഷ്ടപ്പെട്ട് വന്ന ഇസ്രായേലുകാർക്ക് അഭയം കൊടുത്തവരല്ല. അഭയം കൊടുത്തതല്ല, അവര് കാശ് കൊടുത്ത് വാങ്ങിച്ചത്, പണം കൊടുത്ത് വാങ്ങിച്ചത്. പണം കൊടുത്ത് വാങ്ങിച്ചല്ല, അവർക്ക് അഭയം കൊടുത്ത ഭൂമിയിലേക്ക് അവർ പണം കൊടുത്ത് വാങ്ങിച്ചു വന്നതല്ല. അവരെ സംബന്ധിച്ച് ഇസ്രായേലുകാര് അവർക്ക് രക്ഷയില്ലാതെ യുദ്ധത്തിൽ തോറ്റുമടങ്ങി പാലസ്തീനിൽ വന്ന് അഭയം പ്രാപിച്ച ഇസ്രായേലുകാർക്ക് അവിടെ അഭയം കൊടുത്ത ആ സർക്കാരിനെതിരായിട്ട് അഭയം കൊടുത്തിട്ടേ ഇല്ല. ഇസ്രായേലുകാർ ആണ് അവിടെ യുദ്ധം ഉണ്ടാക്കിയത്. ഒരു പാലസ്തീൻ UN അംഗീകരിച്ചാണോ ഒരു ഇൻഡിപെൻഡന്റ് രാഷ്ട്രം? അംഗീകരിക്കുന്ന ഒരുമിച്ചാണ്, ഇസ്രായേലിനെ പലസ്തീനെ ഒരുമിച്ചാണ്. അതെ, ഇസ്രായേലിന്റെ രീതിയിലും പാലസ്തീന്റെ രീതിയിലും അന്ന രീതിയിൽ തന്നെ അംഗീകരിച്ചു എന്ന് വിചാരിക്കും. അങ്ങനെ ആവുമ്പോഴും പാലസ്തീന്റെ സ്വയം ഭരണാധികാരത്തെ ചോദ്യം ചെയ്യത്തക്ക വിധത്തിൽ അവിടുത്തെ ജനങ്ങളെ കൊല്ലാൻ ഇസ്രായേലിന് കൂട്ടുനിന്നത് ആരാണ്? നമ്മുടെ ക്വസ്റ്റ്യൻ അമേരിക്കയാണല്ലോ. അവിടെ ആദ്യം ഉണ്ടായിരുന്നത് ജൂതരുടെ ആരാധനാലയമാണോ മുസ്ലിങ്ങളുടെ ആരാധനാലയമാണോ? മുസ്ലിങ്ങളുടെ അല്ല, ജൂതരാണ് ആദ്യം ഉണ്ടായിരുന്നവർ. അല്ല, ജൂതർ എവിടെ ഉണ്ടായി? പാലസ്തീന്റെ പ്രദേശത്തല്ല. ഞാൻ ചോദിക്കുന്നത് അവിടുത്തെ ചരിത്ര നിർമ്മിതിയുടെ കാര്യമാണ്. ചരിത്ര നിർമ്മിതി അവിടെ ജൂതരാണ് ആദ്യം ഉണ്ടായിരുന്നത്. അതിന്റെ തെളിവാണ് അവരുടെ ബിൽഡിങ്. അതിനുശേഷമാണ്. അല്ല, അതുകൊണ്ട് പാലസ്തീൻകാരുടെ പ്രദേശത്ത് വന്ന് പാലസ്തീൻകാരെ ആക്രമിച്ച് ഇപ്പോൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ സബ്ജക്റ്റ് ഇസ്രായേലും പാലസ്തീനും എങ്ങനെ ഉണ്ടായി എന്നുള്ളതല്ല. നമ്മുടെ സബ്ജക്റ്റ് ഇസ്രായേലിന്റെ കൂടെ നിൽക്കുന്നത് അമേരിക്കയാണ്. ഇന്നിപ്പോ അമേരിക്ക ഈ 2 ദിവസങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് ലോകത്താകെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. സിറിയയിൽ പോയി സിറിയയുമായി ധാരണ ഉണ്ടാക്കാൻ തീരുമാനിച്ച് അവരുടെ ഉപരോധം മാറ്റി. അതുപോലെ തന്നെ മറ്റേ അറേബ്യൻ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ തർക്കങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നത്. നമ്മൾ ഇന്നലെ ചെയ്ത സബ്ജക്റ്റ് അത് എണ്ണയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഭിപ്രായം അത് ചെയ്യണം. അമേരിക്ക അത് ചെയ്യണം. അഫ്ഗാനിൽ വരെ വന്ന് സർക്കാരുമായി അവിടുത്തെ സർക്കാരിനെ ഇതൊക്കെ എണ്ണ, പെട്രോ ഡോളർ
ഈ അമേരിക്കയുടെ കൈകളിലായിരുന്ന സമയത്ത് ആ എഗ്രിമെന്റ് അടിസ്ഥാനത്തിലുള്ള അഹങ്കാരം കൊണ്ടാണ് ഈ രാജ്യങ്ങളിലൊക്കെ യുദ്ധമുണ്ടാക്കാൻ അമേരിക്ക ഓരോ ഭരണാധികാരികൾക്കെതിരായിട്ടും കാര്യങ്ങൾ ചെയ്തത്. ആവശ്യത്തിന് തീവ്രവാദികളെ ഉണ്ടാക്കിയും ആവശ്യത്തിന് ഭരണാധികാരികളെ കയ്യിലാക്കിയും ആവശ്യത്തിന് ആളുകളെ ഉപയോഗിച്ചും അമേരിക്കയുടെ താല്പര്യത്തിന് വേണ്ടിയായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഇന്ത്യ പാക് യുദ്ധത്തെ സംബന്ധിച്ച് എൻ്റെ നിലപാട് ഇതേ അമേരിക്കയുടെ താല്പര്യത്തിനായിരുന്നു നമ്മൾ നിന്നു കൊടുത്തത് എന്ന അഭിപ്രായം എനിക്കുണ്ടായിരുന്നു. അതായത് ഈ ഭീകരവാദി ആക്രമണം ഉണ്ടായപ്പോൾ അതിനെ ഭീകരവാദികളുടെ പിന്നിൽ ആരായിരുന്നു? പാകിസ്ഥാന്റെ പിന്നിൽ ആരായിരുന്നു? പാകിസ്ഥാന്റെ പിന്നിൽ ലഷ്കർ ഇ തോയ്ബയായിരുന്നു. പാകിസ്ഥാന്റെ പിന്നിലല്ല, അമേരിക്ക ആയിരുന്നു. അല്ല, അതിനെ പറ്റിയിട്ട് വ്യക്തതയില്ല, നമുക്കറിയില്ല. ഈ ലോകത്താകെ തീവ്രവാദികൾ ഉണ്ടാക്കുന്ന താല്പര്യം എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ഉണ്ടാക്കിയതിന്റെ ആരംഭം അമേരിക്കയാണ്. ഇപ്പൊ പിടിച്ചു എന്ന് പറയുന്ന സാധ്യതയില്ല എന്ന് പറയുന്നത് അവരുടെ നാട്ടിൽ അവരുടെ ട്വിറ്റർ തകർത്തതോടുകൂടി അമേരിക്ക ഭീകരവാദത്തിനെതിരായി. അമേരിക്ക ഏത് ഭീകരവാദത്തിനെതിരായി? അമേരിക്കയുടെ താല്പര്യം ഇസ്ലാമിക ഭീകരവാദത്തിനെതിരെ. അതാണ് എൻ്റെ വിയോജിപ്പ്. അതായത് അമേരിക്കൻ സാമ്രാജ്യത്തിനെ സംബന്ധിച്ച് പെർമനന്റ് ശത്രുക്കളോ പെർമനന്റ് മിത്രങ്ങളോ ഇല്ല. അമേരിക്കയെ സംബന്ധിച്ച് അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി അവർ തീവ്രവാദികൾ ഉണ്ടാക്കും, അനുനയ ചർച്ചകൾ നടത്തും. ഇപ്പോൾ ഈ നടത്തുന്ന അനുനയ ചർച്ചകൾ എന്താ? $100 നഷ്ടപ്പെട്ടതുകൊണ്ടാണ് ആ എഗ്രിമെന്റ് പോയി. ഇന്നിപ്പോ അമേരിക്കയ്ക്ക് നിലനിൽക്കണമെങ്കിൽ $100 എന്ന് പറഞ്ഞാൽ ആ സംവിധാനത്തെ കൊണ്ടുവരണം. പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, സൗദി പറഞ്ഞു. സൗദി എന്താ പറഞ്ഞ്? ഈ പാലസ്തീന് വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷവും പാലസ്തീനുമായി വീണ്ടും യുദ്ധമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഇസ്രായേലുമായി അമേരിക്കയ്ക്ക് സഖ്യം നിലനിർത്തുന്നിടത്തോളം കാലം ഞങ്ങൾ ഒരു കാരണവശാലും ഈ $100 എന്ന് പറഞ്ഞ എഗ്രിമെന്റ് പുതുക്കണ പ്രശ്നമില്ല. അങ്ങനെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലും ആ എഗ്രിമെന്റ് പുതുക്കപ്പെട്ടില്ലെങ്കിൽ അമേരിക്കൻ സാമ്രാജ്യം തന്നെ തകരുമെന്നുള്ളത് കൊണ്ടാണ് ട്രംപ് ഇപ്പോൾ ചെറിയ മയത്തിൽ ചെന്നിട്ട് സിറിയയുടെ ഉപരോധം പിൻവലിച്ച് സിറിയയുമായി വ്യാപാര കരാർ. നമുക്ക് വളരെ സന്തോഷമാണ്. എത്രയോ വർഷങ്ങളായി അല്ലെ, ഒരു 10-17 വർഷങ്ങളായി ലോകത്തെ വിവിധ രാജ്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് ഉപരോധം നേരിട്ട് കൊണ്ടിരിക്കുന്നത്. ഭക്ഷണം പോലും ഇല്ലാതെ പട്ടിണി കിടന്ന് മനുഷ്യർ മരിക്കുന്ന ഒരു രാജ്യമായി സിറിയ മാറിയതിന്റെ കാരണക്കാരാരാ? ബഷർ അൽ അസദ്. അതെങ്ങനെയാ? അയാളുടെ 54 വർഷത്തെ എങ്ങനെയാ? അതിന്റെ കാരണം അയാള് റഷ്യയുമായി ഐക്യപ്പെട്ടതുമായി ബന്ധപ്പെട്ട് അമേരിക്കയുടെ ഒരു കാൽക്കീഴിൽ നിൽക്കാത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തപ്പെട്ട ഒരു ഉപരോധമാണ്. അല്ല, 54 വർഷമായിട്ട് അസദിനുണ്ടായിരുന്ന ബന്ധം റഷ്യയുമായിട്ടാണ്. ആ റഷ്യ എന്താ അസദിനോട് ചെയ്തത്? ആ രാജ്യത്തോട് ചെയ്തത്? റഷ്യ എന്ത് ചെയ്തു എന്നുള്ളതല്ല, നമ്മൾ അമേരിക്കയെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ റഷ്യയെ കുറിച്ച് പറയത്. നമ്മുടെ ഫോക്കസ് അമേരിക്കയാണ്. അമേരിക്കയ്ക്ക് ഇന്ത്യയുടെ യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് കൃത്യം പങ്കുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ അമേരിക്കയുടെ താല്പര്യത്തിനായിരുന്നു യുദ്ധം. അമേരിക്ക പറഞ്ഞപ്പോൾ യുദ്ധം നിർത്തി. അത് നമ്മുടെ പ്രധാനമന്ത്രിയും ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ധാരണയുടെ ഭാഗമാണ്. ഇത് RSS പോലും അറിയാൻ പാടില്ല. ഒരിക്കലും. അതായത് ഇന്ത്യ ആദ്യമായി ചേരിചേരാ നയം ലംഘിക്കുന്ന 1971 യുദ്ധത്തിലാണ്. അമേരിക്കയുടെ 7ാം കപ്പൽപ്പട വന്നപ്പോൾ റഷ്യയോടൊപ്പം ചേർന്നത് ഇന്ദിരാഗാന്ധി ആ നയം, സ്വന്തം അച്ഛനുണ്ടാക്കിയ നയത്തിനെ വെള്ളത്തിലാക്കി എന്നുള്ളതാണ്. അതിനുശേഷം ഇന്ന് റഷ്യയുമായിട്ട് ഒരുമിച്ചിരിക്കുക, അമേരിക്കയുമായിട്ട് ഒരുമിച്ചിരിക്കുക, ഈ രണ്ടുപേരെ ഒരേപോലെ പക്ഷത്ത് കാണുകയും ചെയ്യുന്നതാണ് മോദി സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അവരുടെ S-400 വാങ്ങുന്നതല്ല. അതായത് ഇപ്പോ RSSന്റെ പ്രധാനപ്പെട്ട ആളായിട്ടുള്ള ജെ നന്ദകുമാർ പറയണത് എന്താ? സുപ്രീം കോടതിയാണ് ഈ നമ്മുടെ കാശ്മീരിൽ ഈ പ്രശ്നം ഉണ്ടാക്കാൻ കാരണം എന്നാണ്. കാശ്മീരിൽ തീവ്രവാദികൾ വന്നത്, തീവ്രവാദികൾ കാശ്മീരിൽ ഉണ്ടായിരുന്നു. തീവ്രവാദികൾ ഇന്ത്യക്കാർ തന്നെയായിട്ടുള്ള കോടതി വിധിയാണ് വിമർശിച്ചിരിക്കുന്നത്. കോടതി വിധി, ഇലക്ഷൻ എന്ന് പറഞ്ഞ സംവിധാനത്തിന് നിലനിർത്തുക എന്നുള്ളതല്ലേ സർക്കാർ ചെയ്യേണ്ടത്. പക്ഷേ അവിടെ ഒരു അസ്ഥിരത ഉള്ളപ്പോൾ അവിടെ ഒരു അസ്ഥിരത ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അവിടെ ശാന്തമായ അന്തരീക്ഷമാണ്. അവിടെ കല്ലെറിയില്ല, തീവ്രവാദികളില്ല. നമ്മുടെ രാജ്യത്തെ തീവ്രവാദികൾ അവിടെ ഇല്ല. അതായത് നന്ദകുമാർ പറഞ്ഞതിന്റെ വ്യംഗ്യം ഇത്രയേ ഉള്ളൂ. അതായത് അവിടുത്തെ സംസ്ഥാന സർക്കാരിന് എങ്ങനെയാണ് തീവ്രവാദികളെ തടയാൻ പറ്റുക? കാരണം ആഭ്യന്തര വകുപ്പ് സംസ്ഥാന സർക്കാർ, ടൂറിസം സംസ്ഥാന സർക്കാർ ടൂറിസം കേന്ദ്രം ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പ് അവിടുത്തെ ഇന്റലിജൻസിനെ അടക്കം അവിടുത്തെ സുരക്ഷാ ഏജൻസികളെ അറിയിക്കുക എന്നുള്ള പ്രാഥമിക ഉത്തരവാദിത്വം ആ സംസ്ഥാന സർക്കാർ ചെയ്തിരുന്നില്ല. സംസ്ഥാന സർക്കാരിന് ഇന്റലിജൻസ് ഇല്ല.
അവിടുത്തെ ആഭ്യന്തര വകുപ്പ് ഇന്റലിജൻസും കേന്ദ്ര സർക്കാരിന്റേതാണ്. അവിടെ സംസ്ഥാന സർക്കാർ പോലീസ് ആ ഉണ്ട്. ഇന്റലിജൻസ് പോലീസ് ഇന്റലിജൻസ് ഉണ്ട്. അല്ലല്ല, അവിടുത്തെ സുരക്ഷാ സേനകളുടെ ടൂറിസം കമ്മ്യൂണിക്കേഷൻ വകുപ്പിന് മെക്കാനിസം ഉണ്ട്. ഇന്റലിജൻസ് കൈകാര്യം ചെയ്യാൻ പറ്റില്ല, ആഭ്യന്തര ക്രമസമാധാനം ചെയ്യാൻ പറ്റില്ല. ആഭ്യന്തര വകുപ്പിന് അവിടുത്തെ മുഖ്യമന്ത്രി അല്ല, ഞാൻ അവരെ ചോദിക്കുന്നത് അറിയിക്കേണ്ടതായിരുന്നു. കേന്ദ്ര ആഭ്യന്തര വകുപ്പിന് 2 ആഴ്ച മുന്നേ തന്നെ ഇവിടെ തീവ്രവാദ ആക്രമണത്തിന് സാധ്യതയുണ്ടെന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിട്ട് എന്തുകൊണ്ട് നടപടിയെടുത്തില്ല? അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഒരു കാരണവശാലും ഒരു ടൂറിസ്റ്റ് കേന്ദ്രം തുറന്നു കൊടുക്കാൻ അല്ല, പാടില്ല. ടൂറിസ്റ്റ് കേന്ദ്രം അവിടെ തുറന്നു കിടക്കാനായിട്ടുള്ള ഈ സംസ്ഥാന സർക്കാർ അപ്പൊ ഒരു അത് ചെയ്യരുത് എന്നുള്ളതായിരുന്നു അല്ല, നമ്മുടെ വാദം. ഒരു മറുപടിയും കൂടി വേണം. കേന്ദ്ര സർക്കാരിന് ഈ ഇന്റലിജൻസ് വിവരം കിട്ടിയിട്ട് ഫറൂഖ് അബ്ദുള്ള എന്ന് പറഞ്ഞ അവിടുത്തെ മുഖ്യമന്ത്രിക്ക്, നിങ്ങളിപ്പോ ടൂറിസത്തിന്റെ കാര്യം പറഞ്ഞല്ല, ഇങ്ങനെ ഒരു ഇന്റലിജൻസ് വിവരം എന്നുള്ള വിവരം കേന്ദ്ര സർക്കാർ കൊടുത്തതായിട്ടുള്ള രേഖയുണ്ടോ? അല്ല, കൃത്യമായി നമ്മൾ ഇത്തരം കാര്യങ്ങളുടെ രേഖകൾ പുറത്തു വിടുമോ, ഇതിന്റെ തെളിവ് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് പരിമിതികളുണ്ട്. ആ കാര്യങ്ങൾ പുറത്തു വിടാനായിട്ട് കഴിയില്ല, രാജ്യരഹസ്യമാണ്. വേണ്ട, പറയണ്ടേ. ഞങ്ങൾ ഇന്ന ദിവസം രാജ്യ ഒമർ അബ്ദുള്ളക്ക് ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഈ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. എവിടെയെങ്കിലും ഇന്ത്യൻ സൈന്യത്തെ അറിയിക്കേണ്ടതാണ്. ആ ഉത്തരവാദിത്തം നടത്തിയത് അമേരിക്കൻ താല്പര്യമാണെന്ന് വളരെ കൃത്യമായി വ്യക്തമായപ്പോ അതിനെ മറികടക്കാൻ വേണ്ടി കിടന്നുരുളുകയാണ്. അമേരിക്കൻ താല്പര്യം അമേരിക്കന്റെ ഉരുളുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.